ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലൻ കടയൊക്കെ അടയ്ക്കുന്നതിന് മുന്നേ നേരത്തെ ഇറങ്ങാണ്. രാമേട്ടൻ ചോദിക്കുകയാണ് എന്താ കാര്യമെന്ന്. രാമേട്ട, എനിക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങണം. പിന്നെ നമ്മുടെ ബ്രോക്കർ ശിവനില്ലേ, അയാളെയും കൂടെ ഒന്ന് കാണണം. നമ്മുടെ ധർമ്മന് വേണ്ടിയിട്ട് ഒരു ആലോചന അയാൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് ശരിയാണ്, അതൊന്ന് പൊരുത്തം നോക്കുകയൊക്കെ വേണം. എടാ, നീ ഇനി അതിന് വേണ്ടി തയ്യാറെടുത്താലേ വീണ്ടും ആ കൃഷ്ണമംഗലത്തുള്ളവർ എന്തെങ്കിലും ഉടായ്പും കൊണ്ട് വരും. അവൻ്റെ കല്യാണം മുടക്കുകയും ചെയ്യും. എന്തിനാണ് വീണ്ടും അവൻ ഇപ്പോൾ ഒരു കാര്യം മുടങ്ങിയിട്ട് അവൻ സങ്കടത്തിലിരിക്കുകയാണ്. വീണ്ടും അതിക്കൊണ്ട് ചാടിക്കണോ അവനെ എന്ന് രാമേട്ടൻ ചോദിക്കാം. അപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. ധർമ്മൻ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ് ഇവരുടെ സംസാരം. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, അത് വേറൊന്നും കൊണ്ടല്ല രാമേട്ട, എല്ലാവരും അവൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടികളും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ അവന് വേണ്ടേ ഒരു സന്തോഷമുള്ള ജീവിതം. അപ്പോൾ എടാ, നീ എന്തൊക്കെ ചെയ്താലും അവൻ്റെ രണ്ട് സഹോദരന്മാർ ആ അച്യുതനും ആനന്ദനും കൂടെ ഇത് മുടക്കും. എന്തെങ്കിലും ഇല്ലായ്മകൾ പോയി കുറ്റമൊക്കെ പറഞ്ഞു കൊടുക്കും. നീ എങ്ങനെയെങ്കിലുമൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു കുറ്റം ധർമ്മനെക്കുറിച്ച് അവിടെ പോയി പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ഈ വിവാഹം നടക്കാൻ പോണല്ലേ. വേറെ എന്തെങ്കിലുമാണ് പുതിയ ദേവന്മാരുണ്ടാക്കി പറഞ്ഞാലോ വീണ്ടും പഴയ പോലെ ആവൂലേ. വെറുതെ എന്തിനാണ് നമ്മൾ എടുത്ത് ചാടുന്നത്. നീ മിണ്ടാതിരിക്കുക, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ ബാലൻ പറയാം, അതല്ല രാമേട്ട, ഞാൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ അവരെ പോയി ഒന്ന് കണ്ടാലോ. ആരെ കാണുന്ന കാര്യമാണ് നീ പറയുന്നത്? ആ അച്യുതനെയും അനന്തനെയോ? അതെ. എടാ, നീ അവരെ പോയി കണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ വിരട്ടിയാലോ ഒന്നും ധർമ്മൻ്റെ കല്യാണം മുടക്കുന്നതിന് അവർ പിന്മാറിയൊന്നുമില്ല. അങ്ങനെയുള്ള ജന്മങ്ങളാടാ അവർ. അങ്ങനെയല്ല രാമേട്ട, അവരെ ഭീഷണിപ്പെടുത്താനും വിരട്ടാനൊന്നും അല്ല. പിന്നെ അവരോട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ തന്നെ ഇതൊക്കെ കേട്ടോട് നിന്ന് ധർമ്മൻ അങ്ങ് സങ്കടമാവുക കേട്ടോ, മാറി നിന്നിട്ട്. പക്ഷേ അവരുടെ ഒന്നും കാല് പോയി പിടിക്കേണ്ട ഗതികേടൊന്നും നിനക്കില്ലയെന്ന് രാമേട്ടൻ പറയാം. അത് സാരമില്ല, ഇനിയിപ്പോൾ നമ്മുടെ ധർമ്മന് വേണ്ടിയിട്ടല്ലേ, അവനൊരു കുടുംബം ഉണ്ടാവണം, അവൻ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ആരുടെ കാല് പിടിക്കാനും ഇനിയിപ്പം ഞാൻ തയ്യാറാണ്. എനിക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ധർമ്മനോടുള്ള സ്നേഹം കൊണ്ടാണ് നീ ഇങ്ങനെയുള്ള തീരുമാനം എടുത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ബാല. പക്ഷേ അതിനുവേണ്ടി നീ ഒരു കാര്യം മനസ്സിലാക്കണം. അപേക്ഷയുമായി ചെല്ലുന്നവരെ അവരുടെ ഹൃദയശുദ്ധി അറിയാമല്ലോ നിനക്ക്. നിൻ്റെ ഹൃദയശുദ്ധി എന്താണെന്ന് അവർ തിരിച്ചറിയില്ല. പകരം അത് വീണ്ടും അടുത്തൊരു വാശിയായിട്ടായിരിക്കും അവരെ തീരുമാനിക്കുന്നത്. എന്നിട്ട് നിന്നെ അവിടെ വിളിച്ച് വരുത്തി അപമാനിക്കും. അതേ ചെയ്യത്തുള്ളൂ. സാരമില്ല, അപമാനിക്കണമെങ്കിൽ അപമാനിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ ധർമ്മന് വേണ്ടിയിട്ടല്ലേ, ഞാനതെല്ലാം സഹിക്കാം. ആദ്യം എന്തായാലും രാമേട്ടാ, ഞാൻ ഈ ജോൾസിനെ കണ്ടിട്ട് പൊരുത്തമുണ്ടോ എന്ന് നോക്കാം. അത് കഴിഞ്ഞ് പൊരുത്തമാണെങ്കിൽ ഞാൻ അവരെ പോയി കാണുകയും ചെയ്യും. ഞാൻ ധർമ്മൻ്റെ കല്യാണം നടത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ബാലൻ. പക്ഷേ ധർമ്മൻ ഇതെല്ലാം കേട്ട് മാറുന്ന സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. വീട്ടിൽ പൊരുത്തമൊക്കെ നോക്കിയിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പം ഗോമതി ഇരിപ്പുണ്ട്. ഗോമതിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഭയങ്കര സന്തോഷം കേട്ടോ ഗോമതിക്ക്. എന്തായാലും നല്ല പൊരുത്തമുണ്ടല്ലോ. പിന്നെ ആ കുട്ടിയുടെയും ധർമ്മൻ്റെയും ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. 10 എത്ര പൊരുത്തമുണ്ട്? 10 10 പൊരുത്തമുണ്ട്. ഈശ്വരാ, ഈ കല്യാണം നടന്നിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഗോമതി. അതെ, ഇത് നല്ലൊരു ബന്ധമാണ്, എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റുള്ളൂ. നമുക്ക് പെണ്ണ് കാണാൻ ഇന്ന് തന്നെ പോയാലോ? ബാലേട്ടനൊരു കാര്യം ചെയ്യാം, ബ്രോക്കറെ ഒന്ന് വിളിക്കുക. വേണ്ട, അയാൾ ഇങ്ങോട്ട് വിളിക്കാമെന്നല്ലേ പറഞ്ഞത്. നമുക്ക് പെണ്ണിനെയൊക്കെ പിന്നെ കാണാൻ പോവാം. പിന്നെ ബാലേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കിവിടെ റൂം കുറവാണല്ലോ. കല്യാണത്തിന് മുന്നേ തന്നെ ധർമ്മന് വേണ്ടി നമുക്കിവിടെ ഒരു റൂം ശരിയാക്കണം. ഞാനും അത് ആലോചിച്ചിരുന്നു. നമ്മൾ അന്ന് ആലോചിച്ചില്ലേ മുകളിലൊരു റൂം പണിയണമെന്ന്. നമുക്കതൊന്നും ചെയ്താലോ. നമുക്ക് രാമേട്ടൻ്റെ പരിചയത്തിലൊരാളുണ്ട്, ഒരു കോൺട്രാക്ടർ. അയാളെ പോയി കാണാം. എന്നിട്ട് നമുക്കൊരു പണി തുടങ്ങാം. കല്യാണത്തിന് മുമ്പേ തന്നെ നമുക്ക് റൂമിൻ്റെ പണിയൊക്കെ നടത്തണ്ടേ. പിന്നെ റൂമല്ലേ, എന്തായാലും ഒരു റൂമല്ലേ. അങ്ങനെയല്ല, ഒരു റൂമിൻ്റെ കൂടെ ഒരു ബാൽക്കണി കൂടെ അങ്ങ് പണിതാലോ. നമുക്ക് നോക്കാം. എന്തായാലും ആ റൂമിൽ നിന്ന് ഹാളിലേക്ക് വരാനുള്ളൊരു സ്റ്റെപ്പും വേണം. എന്തായാലും പെട്ടെന്ന് തുടങ്ങിയ പണി പെട്ടെന്ന് അങ്ങ് തീരും എന്നൊക്കെ ഇവരങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞിരിക്കുക. അപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ട് വന്നിട്ട് പറയാണ്, എന്തേ ഇവിടെ റൂം പണിയുന്ന കാര്യമൊക്കെ പറയുന്നത്? അതെ, ഒരു റൂം പണിയെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ബാൽക്കണിയായി, സ്റ്റെയർകേഴ്സായി. എന്തിനാണിപ്പോൾ അത്ര അത്യാവശ്യം പൈസ കളയേണ്ടത്? മണ്ട, നിൻ്റെ കല്യാണം നടക്കാൻ പോവല്ലെന്ന് ഗോമതി. പിന്നെ ബ്രോക്കർ ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോഴേക്കും ചേച്ചി എൻ്റെ കല്യാണം തീരുമാനിച്ചു. എനിക്ക് ജാതകമൊക്കെ അയച്ചത് നിൻ്റെ ജാതകമായിട്ട് നോക്കി. 10 10 പൊരുത്തമുണ്ട്. അല്ല, മുമ്പ് ഇതുപോലെ പൊരുത്തവും മുഹൂർത്തമൊക്കെ നോക്കി ഒരു കല്യാണത്തിന് ഇറങ്ങി പുറപ്പെട്ടതല്ലേ അളിയ. എന്നിട്ട് ആ നിശ്ചയം മുടങ്ങിയതിൻ്റെ പേരിൽ അളിയെ അനുഭവിക്കേണ്ടി വന്ന നാണക്കേടും അപമാനവും ഒന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. അയ്യോ ധർമ്മ, അന്ന് അങ്ങനെ സംഭവിച്ചെന്നും പറഞ്ഞു എപ്പോഴും അങ്ങനെ ആവണമെന്നുണ്ടോ? ആ ബന്ധം നടക്കാതിരുന്ന എന്തുകൊണ്ട് നന്നായി. അതിനേക്കാളും നല്ലതായി ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, കുട്ടിയൊക്കെ നല്ലതായിരിക്കും. കുഴപ്പം എനിക്കാണല്ലോ. എല്ലാം ഒരുങ്ങിയും അങ്ങ് മണ്ഡപത്തിലെത്തുമ്പോൾ എല്ലാം മുടങ്ങും. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? എനിക്ക് ഈ വിശ്വാസത്തിൻ്റെ കുറവല്ല. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും എല്ലാം എൻ്റെ അളിയനെയും ചേച്ചീനെയും ഒക്കെയാണ്. പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടായി കാണണമെന്ന് നിങ്ങൾ എന്തുമാത്രം ആഗ്രഹിക്കുന്നത് എനിക്കറിയാലോ. പിന്നെ
നിങ്ങൾ പറയാൻ ഞാനത് പോയി കാണാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താണ്? എൻ്റെ ഏട്ടന്മാരുണ്ടല്ലോ അപ്പുറത്ത്, അവരെ ഒന്ന് കാണണം. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് എനിക്കൊരു കല്യാണാലോചന കൊണ്ടുവരും, അതിലും വലിയ കഷ്ടപ്പെട്ട് എൻ്റെ ഏട്ടന്മാരത് മുടക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ കാര്യത്തിൽ ഏട്ടന്മാരുടെ തീരുമാനം എന്താണെന്നും കൂടെ എനിക്ക് അറിയണമല്ലോ. എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കട്ടെ. പക്ഷേ എൻ്റെ അളിയൻ ആരുടെ മുന്നിലും പോയി തലതാഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ നേരെ അപ്പുറത്തേക്ക് പോവാട്ടോ. അവിടെ സ്വന്തം ഏട്ടന്മാരോട് പോയി സംസാരിക്കുകയാണ്. ഓ എടാ, നിനക്ക് കല്യാണാലോചനയൊക്കെ വന്നൊന്നും അറിയണമല്ലോ. വന്നു, അതിന് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ പറയണ ഒരു കാര്യം, എനിക്ക് കല്യാണം വേണ്ട, ഞാൻ വിവാഹം കഴിക്കുന്നില്ല, അത് പറയണം നിങ്ങളടുത്ത് വന്ന്. അതെന്താടാ? ആൾക്കാർക്ക് ചിരിക്കാൻ വേണ്ടിയിട്ടൊരു മനുഷ്യനായിട്ട് എനിക്ക് വയ്യ. കാരണം എല്ലാം സെറ്റാക്കി കൊണ്ടുവന്ന് ആകുമ്പോഴത്തേക്കും നിങ്ങളത് മുടക്കും. മനസ്സിലായോ? കല്യാണം ഉറപ്പിച്ച് ഇവിടെ വരെ കൊണ്ട് എത്തിക്കണതിനേക്കാളും കഷ്ടപ്പാടാണ് അത് മുടക്കാൻ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അതെനിക്ക് കാണാൻ വയ്യ. അതുകൊണ്ട് തന്നെ എൻ്റെ ഏട്ടന്മാർ കഷ്ടപ്പെടുന്ന കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല. പിന്നെ കുടുംബം, കുട്ടികൾ, ഭാര്യ ഒക്കെ അവസാനം കണ്ണടയ്ക്കാൻ നേരത്ത് 2 ഇഞ്ച് കണ്ണീരെങ്കിലും വീഴുമല്ലോ ഒരു ഭാര്യ ഉണ്ടെങ്കിലും. പിന്നെ മക്കൾ കർമ്മം ചെയ്യാൻ, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കും. ഞാനും അതുപോലെയൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി എൻ്റെ ഏട്ടന്മാർ അതിന് സമ്മതിക്കില്ല എന്ന്. പിന്നെ ഇത് എന്തിനാണ്? കുടുംബജീവിതത്തിൻ്റെ സുഖങ്ങൾ ഒന്നും അനുഭവിക്കാതെ ഒറ്റത്തടിയായിട്ട് ജീവിക്കാനായിരിക്കും എൻ്റെ വിധി. അത് ഞാൻ അനുഭവിച്ചോളാം. എന്നാലും നിങ്ങളുടെ തീരുമാനങ്ങളും ശബ്ദങ്ങളും ഒക്കെ ജയിച്ചോട്ടെ, അത് മതി. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞാനും മനസ്സിലാക്കണ്ടേ? നിങ്ങൾ എന്തെല്ലാം ജോലിയും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ടാണ് എൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി പറഞ്ഞത്. അത്രയും ബുദ്ധിമുട്ടൊന്നും പാടും. ഞാൻ എൻ്റെ ഏട്ടന്മാർക്ക് വേണ്ടി ഇത്രയെങ്കിലും സഹായം ചെയ്യണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറയണം. ശരി, അപ്പോൾ ശരി, ഓക്കെ എന്നും പറഞ്ഞ് ഇത്രയും പറഞ്ഞിട്ട് തിരിച്ചു പോവാട്ടോ ധർമ്മൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവി ആകെ സങ്കടപ്പെട്ട് വീട്ടിലിരിക്കുന്ന കാരണം അച്ഛനും അമ്മയും കൂടെ വന്ന് പറയേണ്ട, ദേവി നീ ഇങ്ങനെ സങ്കടപ്പെടുത്തിയിരിക്കാതെ, ഇവിടെ നിനക്ക് ഇഷ്ടപ്പെട്ട അപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കാൻ ശ്രീകല. അപ്പോൾ തന്നെ ദേവി ചാടി എണീറ്റ് 2 കൊടുക്കുന്നുണ്ട്. സ്വന്തം മകളുടെ ജീവിതം തൊലച്ചു, നിങ്ങളുടെ ജീവിതം നിങ്ങൾ തൊലച്ചു, എന്നിട്ട് ആഹാരം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു, പൊക്കമുള്ള 2 എൻ്റെ മുന്നിൽ നിന്ന് എന്നും പറഞ്ഞ് കുറേ വഴക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ പറയണം, മക്കളെ അത് എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഇതൊക്കെ ഞാൻ ചെയ്തതും. മിണ്ടി പോവരുത്, 2 ചെയ്ത് കുട്ടിയതെല്ലാം എനിക്കും എൻ്റെ അനിയത്തിക്കും വേണ്ടിയിട്ടാണെന്നല്ലേ പറയണത്, അല്ലേ? ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നോക്ക്, ഓരോ അച്ഛനമ്മമാർ മക്കളെയൊക്കെ എങ്ങനെയാണ് വളർത്തുന്നത്, ഇതുപോലെയാണോ? തോക്ക് എന്തൊക്കെയാണ് സിംഗപ്പൂരിലും വലിയ മുതലാളി, വലിയ മീറ്റിംഗ്, മലേഷ്യയിൽ ബിസിനസ്, എന്തൊക്കെ കള്ളത്തരങ്ങളായി ലോകം മുഴുവനും പറഞ്ഞു വെച്ച് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നൊരു സാധനം എടുത്ത് അടിച്ച് പൊട്ടിക്കാനായിട്ട് പോവുക. അപ്പോഴാണ് ശ്രീകല അത് പിടിച്ച് വാങ്ങി, എടി ഇതൊന്നും പൊട്ടിക്കല്ലേ, ഇതൊക്കെ ഇവിടുത്തെ ഹൗസ് ഓണറിൻ്റെയാണ്, പിടിച്ച് വാങ്ങിച്ച് അവിടെ വെക്കുമ്പോൾ ഒരു ഓട്ടോ വരുന്ന സൗണ്ട് കേൾക്കുക കേട്ടോ. അയ്യോ, നടയിൽ ആരോ വന്നിട്ടുണ്ടല്ലോ, നോക്കട്ടെ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേക്കും മീനാക്ഷിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓട്ടോയിൽ വന്നിറങ്ങണം. ഇത് കാണുന്നത് ശ്രീകല ഓടിക്കൊണ്ട് വന്ന്, അയ്യോ ഉദയേട്ടാ ഓടിപ്പോയി, നിങ്ങൾ വേഷമൊക്കെ മാറ്, ദേവമംഗലത്തിൽ നിന്ന് മീനാക്ഷി വന്നിട്ടുണ്ടെന്ന്. അതും കൂടെ കേൾക്കുമ്പോൾ ദേവിയും ആകെ പെട്ടുപോയി. അങ്ങനെ ഇവർ ഈ കാല് വയ്യാന്നുള്ള കാര്യമൊന്നും ഇവരൊന്നും ഓർക്കണ പോലും ഇല്ലല്ലോ. അങ്ങനെ എന്തായാലും എല്ലാം അറിഞ്ഞിട്ടാണോ ഇവർ വന്നത്? എന്തായാലും ദേവി ഒന്നും മിണ്ടാണെന്ന് നിൽക്കില്ലേ, എന്തായാലും ഞങ്ങൾ തന്നെ അതൊക്കെ തഞ്ചമൂല പറഞ്ഞോളാം, നീ ചാടിക്കൊന്നും പറഞ്ഞിക്കില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കോളിംഗ് ബെല്ല് അടിക്കുന്നതും ശ്രീകല ഓടി ചെന്ന് ഡോറങ്ങ് തുറന്നിട്ട് ഓടി, അയ്യോ ആരാ എന്താ ഇട്ടേക്കുന്ന വേഷമൊന്നും മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ മീനാക്ഷി അന്തം വിട്ടു പോന്നു. കാലൊടിഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞ ഒരാൾ നിൽക്കണു. അയ്യോ, അവർ ചോദിക്കണം, മീറ്റ് ഷോപ്പിൽ നിന്ന് ചിക്കൻ കൊണ്ടുവന്നതാണോ? ഒന്നിനും ഉത്തരവാദിത്തമില്ല. ആരാ വന്നേ? അയ്യോ ആൻറ്റീന്ന് വിളിക്കാട്ടോ മീനാക്ഷി. അയ്യോ എൻ്റെ പൊന്നച്ചോ, ഇതാരാ വന്നിരിക്കണത്? ദൈവമേ, ഒരു 100 അല്ല, ഒരു 1000 ആയുസ. മോളെക്കുറിച്ച് ഞങ്ങളിപ്പോൾ പറഞ്ഞ് വിട്ടതേ ഉള്ളൂ, അതിനിടയ്ക്ക് വന്നു. അപ്പോൾ മീനാക്ഷി ചോദിക്കണം, എന്താ ആൻറ്റി എന്താ ഈ കോലത്തിൽ? സാധാരണ ഒരുങ്ങി ചമഞ്ഞ് നിൽക്കുകയല്ലേ. പെട്ടെന്ന് അവർ അങ്ങ് പറയില്ല, അയ്യോ മോളെ, ഞാനേ ഈ സ്വർണ്ണവും അതും ഇതുമൊക്കെ വലിച്ചു വാരിയിട്ട് എനിക്ക് മടുത്തു, വീട്ടിൽ നിൽക്കുമ്പോഴെങ്കിലും ഇത്തിരി സിമ്പിളായിട്ട് നിൽക്കണ്ടേ, അതുകൊണ്ട് ഞാൻ എല്ലാം ഊരി മാറ്റിയൊക്കെ വെച്ചേക്കുക എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഓടി തുള്ളിച്ചാടി നോക്കിയുണ്ട്. മീനാക്ഷി മൊത്തം നോക്കുന്നുണ്ട്, അവരുടെ കാലിനൊരു കുഴപ്പമില്ല. അപ്പോൾ മീനാക്ഷി സംശയത്തോടെ അകത്തേക്ക് കയറി വരും കേട്ടോ. ഇവിടെ വന്നിട്ട് ദേവി ഇതാരാ വന്നേന്ന് നോക്കിയോ, ദേവാനും ഓടിപ്പോയി വിഗെല്ലാം വെച്ച് നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. താഴെ വന്ന് ഇറങ്ങുമ്പോഴത്തേനും എന്താ വലിയ ഫോണിലൊക്കെ വലിയ ബിസിനസ് മാനിനെ പോലെ സംസാരിച്ച് വരുവാണ്. ദേവിക്ക് അങ്ങോട്ട് കണ്ടിട്ട് ചെറിഞ്ഞിട്ട് വയ്യ, ഒന്നും മിണ്ടാനും പറ്റുന്നില്ല. അങ്ങനെ മീനാക്ഷി ചെന്ന് മീനു എന്ന് വിളിക്കുന്നുണ്ട്. ദേവി വേണ്ട, ഒന്നും പറയണ്ട, ഏട്ടത്തി എന്നോട് മിണ്ടണ്ട, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്, എന്നോട് ഇങ്ങനെ നിങ്ങൾ കള്ളം പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ വിചാരിക്കണമെന്ന് വെച്ചാൽ, അയ്യോ ആനന്ദ് അവിടെ പോയി എല്ലാം പറഞ്ഞായിരിക്കും, എന്നിട്ട് ആനന്ദേട്ടൻ എല്ലാം പറഞ്ഞു എന്ന് മീനാക്ഷി പറയാം. എന്നാലും ദേവി ചേച്ചി ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ കള്ളമൊന്നും പറഞ്ഞ് പറ്റിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഇവർ വിചാരിക്കുന്നുണ്ട്, അയ്യോ എല്ലാം അറിഞ്ഞിട്ടായിരിക്കും, ഇനിയിപ്പോൾ കാല് പിടിച്ചിട്ട് തന്നെ ബാക്കിക്കാർ, അല്ല മോളെ അത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അടുത്തേക്ക് ചെല്ലുന്നത് മീനാക്ഷി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രീകല ആൻറ്റിക്ക് കാല് വയ്യ, കാലൊടിഞ്ഞ് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, എന്നിട്ടിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ അയ്യോ അതോ, അപ്പോഴാണ് ശ്രീകലയ്ക്ക് അബദ്ധം പറ്റിയത് കേട്ടോ. ശ്രീകല പെട്ടെന്ന്, അയ്യോ മോളെ, അല്ല എനിക്ക് കാലിന് തീരെ വയ്യായിരുന്നു, ഇപ്പോൾ ഒന്ന് കുറഞ്ഞു, പിന്നെ കാല് തറയിൽ കുത്താൻ വയ്യാതെ തൈലമൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് ഒന്ന് മാറിയത്, ഒന്ന് നടക്കാൻ
പറ്റുന്നു, അത് ഞാൻ അതുകൊണ്ടാണ് ഈ ഓടിച്ചടിയൊക്കെ നടക്കണം എന്നൊക്കെ ഇങ്ങനെ ഇവരെ വീണെടുത്ത് ഇടന്ന് ഉരുളാട്ടോ. അവസാനം ഇവർ പറയണ്ട. എന്നിട്ട് മീനാക്ഷി ചെറുത് കണ്ടുപിടിച്ചു എന്നറിയാൻ കേട്ടോ. എന്താ ആനന്ദേട്ടൻ എന്നെക്കുറിച്ച് കുറേ കാര്യങ്ങളങ്ങ് പറയുന്നു കേട്ടോ. ചേച്ചി ഇവിടെ ആനന്ദേട്ടൻ കൊണ്ടാക്കിയില്ലേ, അതിൻ്റെ ഫലം വീട്ടിലവിടെ അറിയുന്നുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം ചേച്ചി ഇല്ലാത്തതുകൊണ്ട്, പിന്നെ എല്ലാവർക്കും ഭയങ്കര വിഷമം. അത് ആനന്ദേട്ടനെ കാണിക്കുന്നുണ്ട് ദേഷ്യമൊക്കെ. ആണോ ആനന്ദേട്ടനും ഞാനില്ലാത്തതുകൊണ്ട് ദേഷ്യം കാണിക്കും? അതെ, എന്തേ ചേച്ചിക്കൊരു സംശയം പോലും? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയാം, അവിടെ ചെറിയൊരു വിശേഷമുണ്ട്, അതുകൂടെ പറയാനാണ് ഞാൻ വന്നത്. നമ്മുടെ ധർമ്മൻ മാമനൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. ആണോ? അപ്പോൾ അതിൻ്റെ പെണ്ണ് കാണലിനും ഒക്കെ പോകണം. അപ്പോൾ ഇന്ന് പോകാനിരുന്നതാണ്. അപ്പോൾ ചേച്ചിയും ഇല്ലല്ലോ. അപ്പോൾ ആനന്ദേട്ടൻ എന്തായാലും ചേച്ചിയെ വിളിച്ചുകൊണ്ട് വരുമോ? അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതേ, വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. പെട്ടെന്ന് ശ്രീകല പറയാം കേട്ടോ. ഓ അതോ മോളെ, ആനന്ദേ എന്തായാലും നമ്മളോട് ഇതൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ആണോ? അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ മിണ്ടാതെ നിൽക്കുന്നത്? ദേവിയോട് പറഞ്ഞിരുന്നു, ഞങ്ങളോടൊക്കെ പറഞ്ഞു, ഞങ്ങളിത് അറിഞ്ഞു. അത് ശരി, എന്നിട്ട് മിണ്ടാതിരിക്കുകയല്ലേ കള്ളി പൂച്ച പോലെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അടുത്ത കള്ളം കേട്ടോ. അപ്പം മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. ഇവിടെ അവളെ കൊണ്ട് നിർത്തിയിട്ട് പോയപ്പോഴേ ആനന്ദിന് ഭയങ്കര സങ്കടമായിരുന്നു. ഒരു 10 പ്രാവശ്യങ്ങളും പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അതുകൊണ്ട് ആനന്ദ് തന്നെ അവളെ വന്ന് വിളിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും വരുമല്ലോ അല്ലേ? വരും, ആനന്ദേട്ടൻ തന്നെ നാളെ വരും എന്നും പറ. ശരി, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുന്ന എന്നും പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ നിന്ന് പോവുക കേട്ടോ. അത് കഴിഞ്ഞ് ശരിക്കും അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ദേവി അച്ഛനും അമ്മയ്ക്കും കൂടെ വീണ്ടും അടുത്ത കള്ളങ്ങൾ പറഞ്ഞ് നിരത്തി അങ്ങ് വെക്കുക. അപ്പോഴാണ് ആനന്ദ് ഒരിക്കലും വന്ന് വിളിക്കില്ല. പക്ഷേ ശ്രീകല വാക്ക് കൊടുക്കുന്നുണ്ട്, നീ നോക്കിക്കോ, ആനന്ദ് ഇവിടെ വന്ന് നിന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന പരിപാടികളെല്ലാം ഞങ്ങൾ ഒപ്പിച്ച് വയ്ക്കും, അതെന്താണെന്ന് നീ നോക്കിക്കോ എന്നിങ്ങനെ ദേവിക്ക് പ്രതീക്ഷ കൊടുക്കാട്ടോ. എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്